ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. പലതരം താളിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ളൊരു താളിപ്പ് തന്നെയാണ് വെണ്ടക്ക താളിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ അത്താഴത്തിന് പിന്നെ നോമ്പിനൊക്കെ അല്ലേ, നോമ്പിന് പുലർച്ചെ അത്താഴത്തിന് നമ്മൾ ചോറിന് സാധാരണ താളിപ്പാണല്ലോ എല്ലാവരും ഉണ്ടാക്കുക. തേങ്ങരച്ച കറി ഒന്നും അപ്പം അതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഉണ്ടാക്കുന്ന ഒരു താളിപ്പ് തന്നെയാണ് ഈ വെണ്ടക്ക താളിപ്പ് കേട്ടോ. അപ്പം സാധാരണ അല്ലാത്ത ദിവസമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. വെണ്ടക്ക ഉണ്ടാവുമ്പം താളിച്ചെടുക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം നന്നായി കഴുകി എടുത്തതിന് ശേഷം നമ്മൾ വെണ്ടക്കതേ പിന്നെ ഒരു 3/4 ഇഞ്ച് കനത്തിൽ നമുക്ക് മുറിച്ചെടുക്കണം കേട്ടോ. നല്ല ഇളയ വെണ്ടക്ക നോക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇത് താളിപ്പ് ഉണ്ടാക്കിയാൽ. അപ്പോൾ അതേ നമ്മൾ വെണ്ടക്ക പിന്നെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഞാൻ വലിയ 2 പച്ചമുളകാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ കഷ്ണങ്ങളാക്കിയപ്പോൾ കുറേ ഉണ്ടായി. അപ്പം നമ്മളിതേ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചെറിയുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരണമെന്നില്ല, കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഇനി ഇത് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. പിന്നെ ഇത് ഞാനൊക്കെ മോനൊക്കെ അംഗൻവാടി അന്നൊക്കെ കുറച്ച് മുന്നേ കാലത്തൊക്കെ അംഗൻവാടിയിൽ ചോറിന് നമ്മൾ കൂട്ടാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകലായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ തന്നെ നമ്മൾ അത് ഉള്ളിയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോന് ഇഷ്ടപ്പെട്ട ഒരു കറിയായിരുന്നു കേട്ടോ ഈ വെണ്ടക്ക താളിച്ചത്. അവന് ഭയങ്കര ഇഷ്ടം. ഇതും പിന്നെ വേറൊരു തരം ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ നമ്മളിതേ വെണ്ടയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ വെളിച്ചെണ്ണയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഉണ്ടെങ്കിൽ, അത് നല്ല കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതിന് തെളി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ പച്ചവെള്ളം ഉള്ളൂ. ഞാനിത് രാത്രിയാണ് താളിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറ് രാവിലെ വെക്കുന്നതല്ലേ. അപ്പം പിന്നെ കറി കുറച്ച് കുറവുണ്ടായപ്പോൾ ഇത്തിരി താളിക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം പിന്നെ രാവിലെ വെക്കുന്ന കഞ്ഞിവെള്ളം ആകുമ്പോൾ നമുക്ക് എടുക്കാനൊരു മടിയാണ് കേട്ടോ. അപ്പം ഞാൻ രാത്രി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഞാൻ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. സാധാ പച്ചവെള്ളം അല്ല, കഞ്ഞിവെള്ളമാണ്. അതിൻ്റെ തെളി മാത്രം ഒഴിക്കുക കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി, അതാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. കൂടുതൽ വെള്ളത്തിൽ വെക്കരുതേ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് സമയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം എൻ്റെ മോന് അന്ന് അംഗൻവാടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവൻ്റെ ഏതൊരു കൂട്ടുകാരൻ ഇങ്ങനെ ചോദിക്കും, പിന്നെ അബി ഉണ്ടാക്കിയ മോഡൽ കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അമ്മനെ ഇങ്ങനെ ഇടങ്ങാറാക്കുമെന്ന് പറഞ്ഞു. അപ്പം അമ്മ മുളകിട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പം കുട്ടി അതല്ലാന്ന് പറഞ്ഞ കാര്യം, പിന്നെ മല്ലിയിട്ട് ഉണ്ടാക്കി കൊടുക്കും, അപ്പോഴും അതല്ലാന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ ദിവസം അമ്മ എന്നെ കണ്ടപ്പോൾ ചോദിച്ചിട്ട് എന്ത് കറിയാണ് എൻ്റെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കൽ, വെണ്ടക്ക ഇട്ടിട്ട് എന്തോ ഉണ്ടാക്കി കൊടുക്കേണ്ട, എൻ്റെ മോൻ അതന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഇങ്ങനത്തെ കറിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് വെണ്ടക്ക താളിച്ചാണ് കൊടുക്കലെന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പം നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പം അതേ നമ്മളെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ.